പറയാ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ പറയാ ഇന്നുള്ള സമസ്ത ശരിയാന്ന് തിരിയാനുള്ള ഏക മാർഗം തരങ്ങള് നമ്മളെ പൂക്കോട്ടൂർക്കാരൻ പറയാ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ അങ്ങോട്ട് വന്നിക്കണോന്നാ. എല്ലാം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളേക്ക് വരല്ലേന്നാ. ശരിയാ, പല ആളുകളും വരുന്നുണ്ട്. എന്തുകൊണ്ട് വരാ? ഞങ്ങളുടെ ആദർശ വിശുദ്ധിയിൽ നിലകൊള്ളാൻ കഴിയാത്ത ക്രമക്കേടുകളുടെയും ആദർശപരമായ ദുരന്തങ്ങളുടെയും പേരിൽ ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നവർ സമൂഹത്തോട് ചോദിച്ച് ആരെങ്കിലും അങ്ങോട്ട് വന്നിക്കണോ? ശരി ബോധ്യപ്പെടാനുള്ള ഒരു മാനദണ്ഡ പദ ആരെങ്കിലും പോയി നമ്മളെ കൂട്ടുന്ന ഏതെങ്കിലും ഒരു പ്രമുഖൻ അങ്ങോട്ട് പോയൊരു ചരിത്രം പറ. എത്ര നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്? നേരെ മറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് എത്ര ആൾ വന്നു? പ്രവർത്തനം കുറവാണ്, സാധുക്കളാണ്, പണമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കുറെ ആളുകൾ വന്നു. പക്ഷെ വന്നവരെ ഓരോരുത്തരും നിങ്ങളൊന്ന് പഠിക്കോ. എന്തുകൊണ്ട് വന്നു? ഞങ്ങളേക്ക് വന്നിരുന്നു നിങ്ങളെ ബഹുമാനരായ അധികാരികളെ. SYFന്റെ ഗോൾഡൻ ജൂബിലി നടക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് കാത്തുതോർന്നു ഏൽപ്പിച്ചതിനെ ഞാനും പോയത്തെ സമ്മേളനത്തിന് പറഞ്ഞു തങ്ങൾ ഈ വയസ്സുകാലത്ത് നിങ്ങൾ ഈ ജാതി പ്രശ്നത്തിലൊന്ന് നിങ്ങൾ പേരിൽ പോയിട്ട് നിൽക്കാനും നോമ്പിട്ട് കൂടിക്കോളിന്ന് പറഞ്ഞതാ. എന്തുകൊണ്ട്? നിങ്ങൾ ഒഴിവാക്കളെ കൊണ്ടെടുക്കാനുള്ളതല്ല ഞങ്ങളെ സമസ്തന്റെ ഡ്യൂട്ടി. നിങ്ങൾക്ക് ഞങ്ങൾ ഏതെങ്കിലും പുറത്തുക്ക് തുപ്പണുണ്ടോ അത് കൊണ്ടെടുക്കുക. അങ്ങനെ ഒരു ഉത്തരവാദപ്പെട്ട പണ്ഡിത സഭയെ ഒരു വേസ്റ്റ് കൊട്ടയോ കുപ്പത്തൊട്ടിയോ ആക്കാന്നുള്ളതാണ് ഞങ്ങളെ സംഘടനയുടെ നയ നിലപാടും അതല്ല. അതുകൊണ്ടാണ് അതേ തങ്ങളെ ഞങ്ങളന്ന് വേദിക്കെത്താഞ്ഞത്, ഞങ്ങൾ കൊണ്ടു നടക്കാഞ്ഞത്. അത് ഞങ്ങളെ ശൈലിയല്ല. പക്ഷെ നിങ്ങൾ കുറെ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ഒന്ന് പൂക്കോട്ടൂർക്കാരൻ തന്നെ. പൂക്കോട്ടൂർക്കാരൻ നമ്മളെ അസ്തൻ എന്ന് പറയുന്ന ഒരു സാധു. അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ മുമ്പ് ഒരു മെഹമ്മദ് മരിച്ചു. മെഹമ്മദും മേമാലിയും ഭയങ്കര ചങ്ങായിമാരാ. ഏത് കിച്ചനിൽ ഓരോ ഒന്നിച്ചുണ്ടാകാം. അങ്ങനെ കഥയാണ്. മെഹമ്മദ് മരിച്ചപ്പോ മെഹമ്മദിനോട് മനക്കൾ ചോദിച്ചു എന്താ അവിടെ പിച്ചന ഉണ്ടാക്കി, എന്താ ഇവിടെ പ്രശ്നമുണ്ടായി? എന്ത് ചോദിച്ചാലും മെഹമ്മദ് പറയാം മേമാലിയും കൂടി കിട്ടണം. അത് ഓണം മേമാലി ഒപ്പം ഉണ്ടാക്കി. മേമാലിനെ കിട്ടിയാലേ ചോദിച്ചാൽ പാടുള്ളൂ. അങ്ങനെ മേമാലി ഒപ്പം മരിച്ചു എന്നാ കാലാണ്. ഇതേപോലെയാണ് ഒരു കിച്ചനെ മറ്റുണ്ടാക്കിയ ഇവന് പറയണം, ഇവന്റെ മറ്റോന്ന് പറയണം. ഇങ്ങനെ ഒരു അയ്യപ്പൻ കരി കുട്ടി തോരിക്കത്തിന്റെ ആൾക്കാരാണ്. ഇരിക്കട്ടെ, ഒന്ന് കിട്ടിയത് അയാളെയാണ് നമ്മളിന്ന് പോയി. അത് കാശി പറഞ്ഞ രണ്ട് ശുദ്ധിയില്ല, സാമ്പത്തിക ശുദ്ധിയില്ല, മറ്റു ശുദ്ധിയില്ല. ഇല്ലാതെ നമ്മൾ വെറുതെ പറയല്ല. സാമ്പത്തിക ശുദ്ധി സമർക്ക സമ്മേളനവുമായി നടത്തിയ പ്രചരണത്തിൽ ചില കണക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നമ്മൾ മാറ്റിവെച്ചൊരു സാധനം. ഇനിയോ വിദേശത്തെ ഉസ്താദിന്റെ കാരുണ്യം കൊണ്ട് ഒരു ജോലി കൊണ്ട് കൊടുത്തു, അവിടെ നിലക്കാൻ കഴിഞ്ഞില്ല. ഇതേ കാരണം തുടക്കടന്നവർ പരിപറയും എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മസ്കത്തിലാണ്. 25 കൊല്ലായി. ഉസ്താദ് മക്കൾ നന്നായിട്ട് അറിയാം. സീബിലാണ് ഉള്ളത്. അവിടെ നമ്മളെ മർക്കസിന്റെയും സിറാജിന്റെയും അതുപോലെ എല്ലാ SYFന്റെയും മൊത്തം കമ്മിറ്റിയുടെ അന്ന് മുതൽ ഇന്ന് വരെ ഖജാൻജിയായിട്ടാണ് എന്നെ അറിയപ്പെടുന്നത്. ഈ സക്കാഫി അലിയസൻ ഞങ്ങളുടെ കൂടെ അവിടെ ഞങ്ങൾ കമ്മിറ്റി ഫ്രീ ആയി വിസ അയച്ചു കൊടുത്ത് അങ്ങനെ അവിടെ വരുത്തിച്ച് ഏകദേശം 1.5 കൊല്ലം അവിടെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തു. എന്ന് ഒരു 5-6 മാസം യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കി. ഈ നാറിയ പ്രശ്നം എങ്ങനെ ഇതുവരെ ഞങ്ങൾ ആരോടും എവിടെ വെച്ചും പറഞ്ഞിട്ടും ആരും ജനങ്ങളെ അറിയിക്കണമെന്നോ ഇതുവരെ അതല്ല വല്ല മാസികയിലോ കൂടിയോ മറ്റോ ജനങ്ങളെ അറിയിക്കണമെന്നൊന്നും ഞങ്ങൾ ഇതുവരെ ആരും കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പണ്ഡിതന്മാരെ വല്ലാതെ താത്തി താറടിച്ച് പറയുന്നത് കൊണ്ട് പറയാതിരിക്കാനും വയ്യ എന്നുകൊണ്ട് മാത്രം പറയുന്നതാണ്. അവിടെ ചുരുക്കി പറഞ്ഞാൽ 5-6 മാസം കഴിയുമ്പോൾ തന്നെ ആൺകുട്ടികളുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും സദസ്സിൽ വെച്ച് പറയാൻ തന്നെ പറ്റാത്ത പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. ഞങ്ങൾ പിടിച്ചു കയറ്റിയെന്ന് തന്നെ പറയുന്നതിൽ തെറ്റില്ല. അപ്പോ ഒന്നിങ്ങനെ പുറത്തു പോയതാ. ഇനി വേറെ സാക്ഷി കൂടി പറഞ്ഞോട്ടെ. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, നേരത്തെ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട പോലെ സമസ്തയുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കുമെതിരെ നിരന്തരമായി ഉയർന്നു വരുന്ന ആരോപണങ്ങളും സാധാരണ നിലയിൽ നിന്ന് കടമ്പില്ലാത്തതാണ്. ഇപ്പോൾ ഒരു കടമ്പുള്ള രീതിയിൽ ഒരു സക്കാഫിയെ ലഭിച്ചു എന്ന സന്തോഷത്തിൽ ചില ആളുകൾ മതപരം ആഹ്ലാദിക്കുകയാണ്. ഈ ആഹ്ലാദം മസ്കത്തിൽ വെച്ച് കേട്ടപ്പോൾ വിനീതനായ എനിക്കും അതുപോലെ നമ്മുടെ സഹപ്രവർത്തകന്മാർക്കും യാതൊരു തരത്തിലുള്ള ഒരു ഏകലം ഉണ്ടായില്ല.
പൂക്കോട്ടൂരിലുള്ള ഒരു സക്കാഫ് ഇങ്ങനെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ മസ്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവളുള്ള സുന്നി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു പേശലും ഉണ്ടായിട്ടില്ല, ഒരു വിധത്തിലെ ഫീലിംഗ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇവിടെ വസ്തുതകൾ വിശദീകരിച്ച ബഹുമാനപ്പെട്ട ടി.എൻ. കുഞ്ഞബ്ദുൽ ഹാജി അള്ളാഹുവിന്റെ ഒരു കഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടി.എൻ. കുഞ്ഞബ്ദുൽ ഹാജി ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ഇടയായത് ഈ സക്കാഫ് അവിടെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ പ്രവർത്തകന്മാർക്ക് കൂടിയിട്ട് ഒരു പ്രസംഗ പരിശീലന ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് 2 ആഴ്ച കൂടി നമുക്ക് വെക്കാറുണ്ടായിരുന്നു. ഇയാളായിരുന്നു അന്ന് നേതൃത്വം നൽകിയിരുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ടി.എൻ. അബ്ദുള്ള ഹാജി വളരെ ആവേശപൂർവ്വം വന്നു പരിപാടികളിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് ശീലിക്കാറുണ്ടായി. ആ ഒരു പരിശീലനം അള്ളാഹു ആദ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇവിടെ വെച്ച് ഇത്രയും പച്ചക്കളവുകൾ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ഉചിതനായ ഒരാൾ ഉണ്ടാകണമെന്ന നിലയിൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ടി.എൻ. അബ്ദുള്ള ഹാജിയെ ഇദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് തന്നെ ഉപയുക്തമാക്കിയ രീതിയിൽ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സക്കാഫ് എന്ന് പറയുന്ന ആള് പിന്നെ അവിടെ വന്നു നമ്മുടെ കമ്മിറ്റിയുടെ ചെലവിൽ വിഷയമൊക്കെ കൊടുത്ത് അവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഈ കുട്ടികളോടുള്ള പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ഒരു തോന്നൽ, അത് അവരുടെ ശൈലിയിൽ പറയാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നതുകൊണ്ട് അർഹിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ഇയാള് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ടീം പറഞ്ഞ 2-3 തവണ വാണിംഗ് കൊടുക്കുകയും അതുപോലെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാണ്. കാരണം ഗൾഫിലൊക്കെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാന്ന് പറയുമ്പോൾ കുറഞ്ഞ ആളുകളാണ്. അപ്പോ ആളുകൾ പിന്നെ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പിന്തിരിയാന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയായിരിക്കും. ഇവിടെയുള്ള അവിടുന്ന് കിട്ടുന്ന അതേ തുകയുടെ പ്രതിസന്ധിനെ ഇരട്ടിയായിട്ട് പ്രതിസന്ധികൾ കണക്കിട്ടാണത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തോട് പലതവണ പറയുകയും അതിന് പിന്തിരിയാതിരിക്കുന്ന സന്ദർഭത്തിൽ ഒരൊറ്റ ദിവസം ഒരു രാത്രിയാണ് കമ്മിറ്റി ചേരുന്നത്. പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നുകൊണ്ട് ഒരു രാത്രി തീരുമാനിക്കുന്നു. അന്ന് രാത്രി തന്നെ ബുക്ക് ചെയ്യുന്ന പിറ്റേന്ന് രാവിലത്തേക്ക് അദ്ദേഹത്തെ പേക്ക് ചെയ്ത് ഇവിടത്തേക്ക് പോവുകയാണ്. അങ്ങനെ പേക്ക് ചെയ്ത് വന്ന ഒരു മനുഷ്യൻ തീർത്തും ഇസ്ലാമികമായി അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ലാത്ത രീതിയിൽ നടക്കുന്ന ആള് കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാർക്കെതിരായിട്ട് ആരോപണങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രീതിയിലുള്ള ജീവിത ശൈലിയും ഈ രീതിയിലുള്ള ആരോപണങ്ങളുമാണ് ഇവരെ ജീവിതചര്യയാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല സന്മാർഗം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനത്തെ വിശുദ്ധിയും പരിശോധിക്കുന്ന പണമല്ല. പക്ഷെ ഒരു കാര്യം, ഇതുപോലെയുള്ള ആളുകളെ ഞങ്ങൾ നയപരമായി നിലപാടുകളിലൂടെ മാറ്റി നിർത്തേണ്ടി വന്നപ്പോൾ അവരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് നിലനിൽപ്പിലിടുകയാണ് നിങ്ങൾ. അങ്ങനെ നിങ്ങൾ നെടിയിലെ ആലുന്തറയിലെ പേര് ത്വരീഖത്തിന്റെ പേരിൽ പലരും മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തി ഇപ്പടുത്ത് കേട്ടു ആലുന്തറ അബ്ദുല്ലാജി എന്ന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നിങ്ങളന്ന് കൊണ്ടുവരുന്ന കുറെ സക്കാത്തുകൾ ഉണ്ടായിരുന്നു. ദുരൂഹമായ ഏർപ്പാടുകളുടെയും ത്വരീഖത്തിന്റെയും പേരിൽ ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നപ്പോ നിങ്ങൾ അവരെ പൊറിച്ചെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ആ സക്കാത്തുകൾ ഇപ്പൊ കാശ്മീരിലുണ്ടോ കേരളത്തിലുണ്ടോ എവിടെയുള്ളത് ഞങ്ങൾക്കറിയില്ല. കൊണ്ടുകാലത്തൊക്കെ നിങ്ങൾ AP ഹുസൈനെ തെരുവരാൻ കൊണ്ടുവരുന്നു. ഇപ്പൊ എവിടെയുണ്ട്? കാശ്മീരിലാണോ? ഉത്തരവാദപ്പെട്ട ആളുകൾ ചോദിക്കേണ്ടതും അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും. ഞങ്ങൾ അന്ന് അത് മാറ്റിവെച്ചപ്പോ നിങ്ങൾ അത് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഞങ്ങൾ ആദർശപരമായോ നയപരമായോ നിലപാടുകളുടെ പേരിൽ മാറ്റിവെക്കേണ്ടി വന്നത് പെരുക്കിക്കൂട്ടുക. അങ്ങനെ ഒരു സംഘടന നിലനിൽക്കുക, അങ്ങനെ ഒരു സമസ്ത. ഇതിന് സമസ്തയുടെ പേര് പറയേണ്ടതില്ല. സമുദായത്തിൽ ആവശ്യമുള്ളത് ചെയ്യുക.